എല്ലാവരും പെൺകുട്ടികൾ ബാക്കാണെന്ന് ചിന്തിക്കുന്നവർക്കൊരു മെസ്സേജാണ് ഗേൾസ് എസ്പെഷ്യലി കാണുന്നത്. അയ്യോ, വാട്ട് എ ഫിലിം. മോഹൻലാലിൻ്റെ മകളാണ്, അതിലുപരി വിസ്മയാണെന്ന് തെളിയിച്ച പടം. അടിപൊളി പടം. എല്ലാ ഗേൾസും എന്തായാലും കണ്ടിരിക്കണം. ഉദയ്ക്കാൻ കൊണ്ടുവന്ന്, പക്ഷെ ഫൈറ്റിൻ്റെ ഒരു രസം കണ്ടിട്ട് എനിക്ക് തണുപ്പൊന്നും വന്നില്ല. സൂപ്പർ, അടിപൊളി പൊളി. മോഹൻലാലിനെ അഭിമാനിക്കുന്ന നല്ല സൂപ്പർ അടിപൊളി ഒരു മോളെയാണ്. നല്ല തുടക്കം, അടിപൊളി, ഗംഭീരം, റൊമാൻസിഫിക്കേഷൻ. അടിപൊളിയാ, സൂപ്പറാ, നല്ല ആക്ഷനൊക്കെ ഉള്ള അടിപൊളി പടമാണ്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാണേണ്ടത്. പെൺകുട്ടികൾ സ്ട്രോങ് ആയിരിക്കണം എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും പെൺകുട്ടികൾ ബാക്കാണെന്ന് ചിന്തിക്കുന്നവർക്കൊരു മെസ്സേജാണ് ഗേൾസ് എസ്പെഷ്യലി കാണുന്നത്. ഫൈറ്റ് അടിപൊളി ഫൈറ്റാ, റഷ്യയിൽ തുടങ്ങുന്നത് തിരക്കാണ്. പല നല്ല ഊട് മടമുണ്ട്, അത് അടിപൊളിയാ ഫൈറ്റ്. ഫാമിലി ആയിട്ട് നല്ല ഏത് ആരുമായിട്ട് വേണേലും കാണാം. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ലായിരിക്കുന്നു, നല്ല അഭിനയം, ആ നല്ല റിയാക്ഷൻ. അവർ രണ്ടുപേരും പുതുമുഖങ്ങളാണ്, അവരുടെ പ്രകടനമൊക്കെ നന്നായിരുന്നു. ഒരു ഫാമിലി സബ്ജക്റ്റ് ആണല്ലോ. അതെ അതെ, ഇന്നത്തെ ലോകത്ത് ആവശ്യമുള്ളതാണിത്. കണ്ടിരിക്കേണ്ട പടം, പെൺപിള്ളേരെ എല്ലാവരും കണ്ടിരിക്കേണ്ട പടം. എങ്ങനെയുണ്ട് മൊത്തത്തിൽ സൂപ്പർ പടം, അടിപൊളിയുണ്ട്. അടിപൊളി, നല്ല പടം. പെൺകുട്ടികൾ പ്രത്യേകിച്ച് കണ്ടിരിക്കേണ്ട പടമാണ്, അടിപൊളി. എങ്ങനെയുണ്ട്? പുതുമുഖ താരങ്ങളാണല്ലോ അവർ രണ്ടുപേരും. പിന്നെ നന്നായി വിസ്മയ മോഹൻലാൽ നല്ല അഭിനയം. ഞായറാഴ്ചയായിട്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. പടം കയറി കുത്തിയെന്നാണോ? ഓ സൂപ്പർ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പർ മൂവി. നിങ്ങൾ ഫാമിലീസ് ഒക്കെ ഏറ്റെടുത്ത സിനിമ പിന്നെ എങ്ങനെയുണ്ട്? പെൺകുട്ടികളും കുഞ്ഞുകുട്ടികളൊക്കെ കാണേണ്ട ഒരു സിനിമ അല്ലേ? ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. എങ്ങനെയുണ്ട് അവരുടെ അഭിനയമൊക്കെ? വളരെ നന്നായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മോളല്ലേ എസ്പെഷ്യലി, വളരെ നല്ല അഭിനയവും നല്ല സിനിമയും. അതുപോലെ ആന്റണി ചേട്ടന്റെ മോൻ അഭിനയിച്ചിട്ടില്ല, അത് നല്ലതായിട്ടുണ്ട്. ഫസ്റ്റ് അഭിനയിക്കുകയാണെന്ന് തോന്നത്തില്ല, നല്ല രീതിയിൽ അഭിനയിച്ചു. അടിപൊളി പടമായിരുന്നു, സൂപ്പർ. പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അതാണൊരു ഡൗട്ട് ഉണ്ടായി. എന്നാലും ലാലേട്ടൻ്റെ മോളല്ലേ, ലാലേട്ടൻ്റെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ, അതുകൊണ്ട് വന്നതാ, കുഞ്ഞിനെയും കൊണ്ട് വന്നതാ. സൂപ്പർ പടം, മസ്റ്റ് വാച്ചാണ്. അത് തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലാണ് അടിപൊളി. സൂപ്പർ തന്നെ അടിപൊളി. പഠിക്കുന്നത് ഇവൻ പഠിക്കുന്നുണ്ട്, ഇവൻ കുഫു ഒക്കെ പഠിക്കുന്നുണ്ട്. അയ്യോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിസ്മയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടുവച്ചിട്ട് വന്നപ്പോൾ അയ്യോ ഒന്നും പറയാനില്ല, ഭയങ്കര ഹൈ ആയിരുന്നു. വന്ന് തന്നെ കാണണം, അതും തിയേറ്ററിൽ തന്നെ. അല്ലാണ്ട് OTT ഒക്കെ വന്ന് കണ്ടിട്ട് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ കണ്ടാൽ സൂപ്പർ പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. നല്ല മൂവി. കാരണം വിസ്മയുടെ സൂപ്പർ പറയാനൊന്നുമില്ല. പെൺകുട്ടികളായ അങ്ങനെ തന്നെ വേണം, ഇന്ന ചെറിയ പിള്ളേർ തൊട്ട് 8 വലിയ ആളുകൾ വരെ. സൂപ്പർ മൂവി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുരക്ഷിത ഇല്ല. സത്യം പറയുമെങ്കിൽ ഇതുപോലെ പെൺകുട്ടികളെ ഈ രീതിയിൽ തന്നെ പഠിക്കണം, തനിയെ ജീവിക്കാനും വളരാനും എല്ലാത്തിനും. സൂപ്പർ മൂവി. താങ്ക് യു. ഇല്ല, മലയാളി ഇല്ല, ശ്രീലങ്ക. അതെ, ഞാൻ കേരളത്തില് ഇപ്പൊ 15 വർഷമായി. ഹസ്ബൻഡ് മലയാളിയാണ്, എനിക്കൊരു മോളുണ്ട്, +2 പഠിക്കുന്നതാ. ഞാനിവിടെ തന്നെ ഉള്ളത്. ഞാനും ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടൻ്റെ ഫാൻ. ഞാനും ഒരു മൂവി പണ്ട് 2017 ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നല്ല പടം. ഫാമിലിക്ക് പറ്റിയതാ. എല്ലാവരും നല്ലായിരുന്നു. നന്നായിരുന്നു. എല്ലാവരും കാണണം, മസ്റ്റ് വാച്ച്. ഒരു സ്പിരിറ്റ് തോന്നും നമുക്ക്. നല്ല പടം. വിസ്മയ ഫസ്റ്റ് മൂവിയാന്ന് തോന്നൂല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം നല്ല. BGM അടിപൊളി BGMമാണ്. ലാലേട്ടന് കുറച്ചുകൂടി ഇമ്പാക്ട് കൊടുക്കാമെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആയിരുന്നു, പക്ഷേ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല സസ്പെൻസ് ഉണ്ട്. ഓ, അസാധ്യ അഭിനയം. L2 കണ്ട പോലെ ഒന്നും അല്ല, പക്ക ആയിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. മലയാളത്തിലൊരു നല്ലൊരു വില്ലനെ തോന്നി. ചാൻസ് ഉണ്ട്. സൈക്കോ റോളൊക്കെ അഭിനയിക്കാൻ പറ്റിയ ആളാണ്. ഫിസിക്കും കാര്യങ്ങളൊക്കെ നല്ല ഫിസിക്കാണ്. പിന്നെ പെൺകുട്ടികൾക്കൊക്കെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. അടിപൊളി സിനിമ, ഭയങ്കര ഇഷ്ടമായി. നല്ല മൂവിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. പെൺകുട്ടികളുടെ പറ്റിയ സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുതുമുഖങ്ങളാണ്, അടിപൊളിയാ.
അതെനിക്കറിയില്ല. അങ്ങനെയാണ് മോൾക്ക് ഇഷ്ടം. നല്ല സിനിമ. ശരിക്കും നിങ്ങൾക്ക് ഒരു സീറ്റ് അടിച്ച മൊമെന്റ് ആയിരിക്കും. അതെ, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. സൂപ്പർ പടമാണ് കേട്ടോ, സൂപ്പർ പടമാണ്. മോഹൻലാലിനോട് അസൂയുള്ളവരൊക്കെയാണ് പറഞ്ഞത്. നല്ല ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ്. നമ്മുടെ വിസ്മയയുടെ നല്ല അഭിനയം, മിതമായ അഭിനയം, അല്ലാണ്ട് കൃത്രിമമായ അഭിനയമല്ല. ആ കുട്ടിക്ക് കഥാപാത്രത്തിന് ചേരുന്ന വിധത്തിലുള്ള അഭിനയമായിട്ട് സൂപ്പർ പടമാണ്. എനിക്ക് തണുപ്പ് പോലും അറിഞ്ഞില്ല, ഞാൻ ഇത് ഉതയ്ക്കാൻ കൊണ്ടുവന്ന്. പക്ഷെ ഫൈറ്റിൻ്റെ ഒരു രസം കണ്ടിട്ട് എനിക്ക് തണുപ്പൊന്നും വന്നില്ല. സൂപ്പർ. ആ ഡ്രഗ്സ്, അത് തന്നെ, ഡ്രഗ്സിനെതിരെ, പിന്നെ പെൺകുട്ടികൾക്കെതിരെ അതിക്രമത്തിന് ഏറ്റവും നല്ലത് കരാട്ടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു നല്ല സന്ദേശം കൂടി കൊടുക്കണം. ശ്രദ്ധിക്കണം, ചെറിയ കുട്ടികൾ എപ്പോഴാണ് നമ്മൾ അവർക്ക് കരാട്ടെ പഠിക്കാൻ പറ്റുമെന്ന് അതിൻ്റെ വിദഗ്ധർ പറയണത് അപ്പോൾ മുതൽ കുട്ടികളെ പഠിപ്പിക്കണം. അടിപൊളിയായിരുന്നു, അടിപൊളി, സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇഷ്ടായി, ജയശൊക്കെ ഇഷ്ടായി. അവരൊക്കെ പുതുമുഖ താരങ്ങളാണ്. പക്ഷെ നല്ല സൂപ്പറാണ്. നമ്മുടെ ടെൻഷൻ സമൂഹത്തിന് മെസ്സേജും കൂടിയാണല്ലോ കൊടുക്കുന്നത്. അതെ അതെ, സ്ത്രീകൾക്ക് അതൊരു ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം എന്നല്ലേ. അതെ അതെ, നല്ല കാര്യം. ശരി, നല്ല പടം, കുഴപ്പമൊന്നുമില്ല. പെണ്ണുങ്ങൾക്ക് പറ്റിയ നല്ല പടം. ഫാമിലിയായിട്ട് കണ്ടിട്ട് കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് കാണാവുന്ന പടം. എങ്ങനെയുണ്ട് മോൾക്ക്? എങ്ങനെയുണ്ട്? അവര് പുതുമുഖ താരങ്ങളാണ്. നൈസ് ആക്ട്. നമുക്ക് എന്താണ് പറയാനുള്ളത്? സൂപ്പറായിരുന്നു, നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. പുതുമുഖ താരങ്ങളുടെ നന്നായിരുന്നു. പിന്നെ അവരുടെ കണ്ടന്റ് ഉണ്ടല്ലോ, പെൺമക്കളെയൊക്കെ നമുക്ക് ഇതുപോലെ അതെ അതെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്. മാർഷൽ ആർട്സ് അല്ലെങ്കിലും സെൽഫ് ഡിഫെൻസ് പഠിക്കുക, അതന്നെ. ഓക്കെ, രണ്ടോ പറയട്ടോ, എങ്ങനെയുണ്ട് മൂവി? അടിപൊളിയാണ്. ലാലേട്ടൻ്റെ മോളും ലാലേട്ടനും കലക്കിയിട്ടുണ്ട്. പടം സൂപ്പർ. വുമൺ എംപവർമെന്റ് അങ്ങനത്തെ ഒരു തീമിൽ ബേസ് ചെയ്ത് നല്ലൊരു സൂപ്പർ പടം. ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തേക്ക്. അതെ, ഫാമിലിക്കൊക്കെ വളരെയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നന്നായിട്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ടച്ച് ഉണ്ടല്ലോ. അടിപൊളി, മോഹൻലാലിനെ അഭിമാനിക്കുന്ന നല്ല സൂപ്പർ അടിപൊളി ഒരു മോളെയാണ്. നല്ല തുടക്കം, അടിപൊളി, ഗംഭീരം, രോമാഞ്ചിഫിക്കേഷൻ അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരം, ഒന്നും പറയാനില്ല. അടിപൊളി, സൂപ്പർ, മസ്റ്റ് വാച്ച് മൂവി. സൂപ്പറാ. കുട്ടികളും പെൺകുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട പടമാണ്. ഇങ്ങനെ വേണം പെൺകുട്ടികൾ. അയ്യോ, വാട്ട് എ ഫിലിം. മോഹൻലാലിന്റെ മകളാണ്, അതിലുപരി വിസ്മയാണെന്ന് തെളിയിച്ച പടം. അടിപൊളി പടം, എല്ലാ ഗേൾസും എന്തായാലും കണ്ടിരിക്കണം. എനിക്കിതൊരു ജനറലി നമ്മളൊരു വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ. അത് ഞാൻ എന്തായാലും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, പടം കണ്ടിട്ട് തന്നെ തീരുമാനിക്കൂ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി, വളരെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു മൂവിയാണ്. എങ്ങനെയുണ്ട് വിസ്മയ ചേച്ചിയുടെ പ്രകടനമൊക്കെ? അടിപൊളിയായിരുന്നു, എല്ലാ ഗേൾസും സൂപ്പർ സിനിമ, ഇഷ്ടമായി. സൺഡേയായിട്ട് ഭയങ്കര ജനത്തിരക്കൊക്കെയാണ്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സിനിമ. കിടിലം എന്തായാലും കാണണം. അടിപൊളി പടമാണ്. വിസ്മയ വെറുതെ പൊളിച്ച് ആന്റണി ചേട്ടന്റെ മോന്റെ പ്രകടനം എങ്ങനെയുണ്ട്? പുള്ളി അത് ഫസ്റ്റ് പടമാണെങ്കിലും അടിപൊളിയായിരുന്നു. കിടിലം എന്ന് പറയാനില്ല. ലേഡീസിനൊക്കെ ഒരു സീറ്റ് അടിച്ച് നല്ല മോട്ടിവേഷൻ ആണ്, എല്ലാവരും അത് കണ്ട് ഇൻസ്പയർഡ് ആവണം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി പടമായിരുന്നു. ലിസ്ബത്ത് കമ്മിയാ. എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞേ? ഇഷ്ടപ്പെട്ടോ സിനിമ? വിസ്മയ ചേച്ചിയുടെ ഇടി ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചേച്ചിക്ക്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല അഭിപ്രായം, നല്ലൊരു ഫിലിം. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഉള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെയുള്ള ആയോധന കലയൊക്കെ പഠിപ്പിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും പഠിപ്പിക്കേണ്ടതാണ്. കാരണം അത് അവർക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതിന് കൂടി അത് ഭയങ്കര ഒരു ഉപകരിക്കും. ഒരു പ്രശ്നം അഭിമുഖീകരിക്കാൻ വേണ്ടി മാത്രമല്ല, ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ് നേടാൻ വേണ്ടിയും ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും ഇത്തരം ആയോധനകൾ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അടിപൊളിയാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും. കൊള്ളാം. എങ്ങനെയുണ്ട് സിനിമ? പറയുന്നൊരു നല്ലതായിട്ടുണ്ട്, നല്ല പടം, നല്ല മൂവിയായിരുന്നു. നമ്മൾ കുറെ നെഗറ്റീവ് കേട്ടു, പക്ഷെ നല്ല പോസിറ്റീവ് പടമാണ്. വിസ്മയ ആദ്യം നമുക്ക് തോന്നി കുറച്ചൊന്ന് ലാഗ് അടിച്ചു തോന്നി, പക്ഷെ പോകെ സെക്കൻഡ് ഹാഫ് കലക്കണേ വേണം. നന്നായിട്ട് മസ്റ്റ് വാച്ച്. പൊളി എന്ന് വെച്ചാൽ പൊളി, കണ്ടേ പറ്റും. അല്ല, എങ്ങനെയുണ്ട് അവരുടെ തുടക്കം? എങ്ങനെയുണ്ട് തുടക്കം എന്നറിയാം, മോഹൻലാലിന്റെ മോൾ തെളിയിച്ചു. സൂപ്പർ. എങ്ങനെയുണ്ട് വിസ്മയുടെ ഒക്കെ തുടക്കം തന്നെ, എല്ലാ പെൺകുട്ടികൾക്കും ഒരു തുടക്കമാണ്. മക്കളെയൊക്കെ കൊണ്ടൊന്ന് കാണിക്കോ? എല്ലാവരും കാണിക്കും, കുടുംബത്തോടെ കാണിക്കും. ഇന്ന് ഞായറാഴ്ചയായിട്ട് ടിക്കറ്റ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടിയോ? അല്ല, നമ്മൾ നേരത്തെ 3 ദിവസം മുമ്പ്, ഇതാണ് എൻ്റെ കൂട്ടർ, ഞങ്ങൾ ഒരുമിച്ചാണ് ബുക്ക് ചെയ്തത് നേരത്തെ ശനിയാഴ്ച. സൂപ്പർ ഫിലിം കേട്ടോ,
എല്ലാവരും പോയി കാണേണ്ട പടം. സൂപ്പർ മൂവി, അടിപൊളി മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. തുടക്കം ഒരു അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആണ്. നല്ല അടിപൊളി പടം. പെൺകുട്ടികളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും പെൺകുട്ടികളുള്ള എല്ലാവരും വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. അടിപൊളി. വിസ്മയുടെ അഭിനയം സൂപ്പർ, പറയാതിരിക്കാൻ വയ്യ. ആന്റണിച്ചേട്ടൻ്റെ മോനും അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ റോള് സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റത്തെ ഫിലിമാണല്ലോ, അപ്പം കണ്ടതിൽ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടും. ലൈക്ക് നമ്മൾ സർപ്രൈസ് ചെയ്തിരിക്കാൻ പാടില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ആവണം എന്നുള്ള മനസ്സിലായി. എനിവേ വില്ലൻ റോളാണെങ്കിലും ശരി, ലീഡിങ് റോളാണെങ്കിലും ശരി, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലാലേട്ടൻ്റെയും മോളുടെ ഇൻട്രോ ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. താങ്ക് യു.